2:45 അനുഭവങ്ങൾ നന്ദനർ. രാവിലെ ഉണർന്നപ്പോൾ നേരം വൈകിയിരുന്നു. രാത്രി മുഴുവനും വിശക്കുന്ന വയറുമായി കിടന്നും ഇരുന്നും നിന്നും കൊണ്ടുള്ള ആലോചനകളായിരുന്നുവല്ലോ. ആലോചിച്ച് വല്ല തീരുമാനത്തിലും എത്തിയോ? വല്ല എത്തും പിടിയും കിട്ടിയോ? ഒന്നുമില്ല. കഴിഞ്ഞ കാര്യങ്ങൾ വിശകലനം ചെയ്യാനല്ലാതെ ഭാവിയെക്കുറിച്ച് ഒരു തീരുമാനത്തിലെത്തുമെന്ന് സാധിക്കാത്ത ചിന്തകൾ. ഗോപി കോട്ടുവായി ഇട്ടുകൊണ്ട് ഉമ്മറത്തേക്ക് വന്നു. രാത്രി മുഴുവൻ പെയ്ത ശേഷം മഴ വിശ്രമിക്കുകയാണ്. നനഞ്ഞു കുതിർന്ന് ചളിപിളിയായി കിടക്കുന്ന മുറ്റം, മഴത്തുള്ളികൾ തങ്ങി നിൽക്കുന്ന ലതച്ചാർത്തുകൾ. രാമൻകുട്ടി പടികടന്നു പോകുന്നു. സഹപാഠികളിൽ നിന്ന് വല്ല നോട്ടുപുസ്തകവും വാങ്ങിക്കൊണ്ടുവരാനാവും. മാളുക്കുട്ടി നാലുകെട്ടിൽ ചെറിയമ്മയുടെ അടുക്കളയിലാകും. അമ്മയോ? അമ്മ എവിടെ? അടുക്കളയിലേക്ക് ചെന്നപ്പോൾ അമ്മ അവിടെ കാലു നീട്ടി വെറുതെ ഇരിക്കുന്നു. ചോർന്നൊലിക്കുന്നുണ്ടെങ്കിലും വൃത്തിയായ അടുക്കള. തീയും പുകയുമില്ലാത്ത അടുക്കള. അടുപ്പിൽ ഒരു നുള്ളു ചാരം പോലുമില്ലാത്ത അടുക്കള. പച്ച പപ്പടം കൊണ്ട് ഓട്ടയടച്ച ഞണുങ്ങിയ ഒരു ചെമ്പിൽ അമ്മ വെള്ളം കൊണ്ടുവന്ന് നിറച്ചിട്ടുണ്ട്. ജപ്തിയിൽ നിന്നും പണയം വയ്ക്കലിൽ നിന്നും വിറ്റു തിന്നതിൽ നിന്നും ആ ചെമ്പ് രക്ഷപ്പെട്ടത് ഞണുക്കവും ഓട്ടയും ഉള്ളത് കാരണമാണെന്ന് ഗോപിക്ക് തോന്നി. നിരാലംബരായ ഈ വീട്ടിലെ ജീവിതങ്ങളും ഞണുങ്ങി ഓട്ട വീണതല്ലേ. ഗോപി അട്ടത്തേക്ക് നോക്കി. എവിടെ അട്ടം? അടുക്കളയുടെ മുകളിൽ അട്ടം എന്നത് വെറും ഒരു സങ്കല്പം മാത്രമാണിവിടെ. അട്ടത്തേക്ക് നോക്കുമ്പോൾ കാണുന്നത് ആകാശത്തിൻ്റെ നുറുങ്ങുകളാണ്. ഗോപി അമ്മയെയും അമ്മ ഗോപിയെയും വെറുതെ നോക്കി. വാചാലമായ നോട്ടങ്ങൾ. അടുക്കളയിൽ നിന്ന് അടുക്കള മുറ്റത്തേക്ക് ഇറങ്ങി. അവിടെ കിടന്നൊരു പഴുത്ത മാവില പെറുക്കിയെടുത്ത് വായിലിട്ട് ചവച്ചുകൊണ്ട് കിണറ്റിൻകരയിലേക്ക് നടന്നു. വിചാരിച്ച പോലെ തന്നെ കിണറ്റിൻകരയിൽ കുഞ്ഞേടത്തിയുണ്ട്. നാലുകെട്ടിലെ വല്യമ്മയുടെ മൂത്ത മകളാണ് കുഞ്ഞേടത്തി. വല്യമ്മയ്ക്ക് ആദ്യത്തെ ഭർത്താവായിരുന്ന കൃഷ്ണൻ മൂസത്തിൽ നിന്നുണ്ടായ സന്തതി. ലേശം വട്ടുള്ള മാതിരിയാണ് കുഞ്ഞേടത്തിയുടെ സംസാരവും പ്രവൃത്തികളുമെല്ലാം. ചപ്രത്തല മുടിയും ചേറ്റുപുണ്ണ് പിടിച്ച കാലടികളും കോങ്കണ്ണുമുള്ള കുഞ്ഞേടത്തി. വെണ്ണീറും ചകിരിയും കൊണ്ട് ഓട്ടുഗ്ലാസുകൾ മോറുകയാണ്. പാത്രങ്ങൾ ഏറെ നേരം മോറിയാലും തൃപ്തിയാവില്ല കുഞ്ഞേടത്തിക്ക്. പാത്രങ്ങൾ മോറാനും തുണികൾ തിരുമ്പാനുമല്ലാതെ മറ്റൊരു വീട്ടുജോലിയും കുഞ്ഞേടത്തിക്ക് അറിഞ്ഞുകൂടാ താനും. മാവിൻ്റെ ഇല ചവച്ചുകൊണ്ട് വരുന്ന ഗോപിയെ കണ്ടപ്പോൾ കുഞ്ഞേടത്തി ചോദിച്ചു, വെള്ളത്തിനല്ലേ വരണത്? അതേ. പല്ലേക്കാൻ എന്താ പുഴയെ പോയാ? ഗോപി ഒന്നും മിണ്ടാതെ വായ്ക്കകത്തെ മാവിലച്ചാറ് നീട്ടിത്തുപ്പി. ഒരു ബക്കറ്റ് വെള്ളം കോരി പല്ല് തേച്ച് കാല് മുഴുവൻ കഴുകി. കുഞ്ഞേടത്തി പൊട്ടിത്തെറിച്ചു. അഹമ്മദിയേ, തന്നെ എന്നെ കാണാനില്ല അനുഭവം കുട്ടിസ്രാങ്ക്. അപ്പോഴും ഒന്നും പറഞ്ഞില്ലേ ഗോപി. സംസാരിക്കാതിരിക്കുന്നതാണ് നല്ലത്. ഒന്ന് അങ്ങോട്ട് പറഞ്ഞാൽ 10 ഇങ്ങോട്ട് പറയും കുഞ്ഞേടത്തി. ബുദ്ധിസ്ഥിരത ശരിക്കില്ലാത്തതല്ലേ. ഉടുത്ത മുണ്ടിൻ്റെ അറ്റം കൊണ്ട് തന്നെ മുഖം തുടച്ചുകൊണ്ട് ഗോപി പത്തായപ്പൊരിയുടെ ഉമ്മറത്തേക്ക് വന്നു. ഇന്നു കുളിയില്ലേ രാവിലെ? അമ്മ ചോദിച്ചു. ഇല്ല. രാവിലെ ഒന്ന് മുങ്ങി വന്നാൽ തന്നെ ക്ഷീണത്തിന് ഭേദമുണ്ടാവും. വിശപ്പിനോ? അമ്മ നിശബ്ദയായി. ഗോപി പത്തായപ്പുരയുടെ തെക്കുഭാഗത്തെ മുറ്റത്തൂടെ പോകുന്ന വേലിക്കപ്പുറത്തെ അമ്മു ചെറിയമ്മയുടെ വീട്ടിലേക്ക് നോക്കി. അമ്മു ചെറിയമ്മ ഗോപിയുടെ സ്വന്തം ചെറിയമ്മയൊന്നുമല്ല. പാടത്തുപറമ്പിൽ തറവാട്ടിലെ വളരെ അകന്ന ബന്ധത്തിൽപ്പെട്ട ഒരു കുടുംബത്തിലെ അംഗമാണെന്ന് മാത്രം. അവരുടെ തറവാട് ഭാഗിച്ചപ്പോൾ പാടത്തുപറമ്പിൽ തറവാട്ടിൻ്റെ അടുത്ത് സ്ഥലം വാങ്ങി വീട് പണിയിച്ചു മക്കളോടൊത്ത് താമസം തുടങ്ങിയതാണ്. ബ്രഹ്മദത്തൻ നമ്പൂതിരിയാണ് അവരുടെ ഭർത്താവ്. ചെറിയതും ഒതുക്കമുള്ളതുമാണ് അമ്മു ചെറിയമ്മയുടെ വീട്. പ്രത്യേകിച്ചൊരു കാരണവും ഉണ്ടായിട്ടല്ല. വിളിച്ചാലല്ലാതെ ഗോപി അങ്ങോട്ടേക്ക് പോകാറില്ല. മുറ്റത്തേക്കിറങ്ങി വേലിക്കടുത്ത് വന്നു നിന്നു. വേലിത്തടിയായി ഉപയോഗിക്കുന്ന കണ്ണാർക്കിൻ കൊമ്പുകളിൽ ഇലകൾ വിരിഞ്ഞു തഴച്ചു വളർന്നിരിക്കുന്നു. ഒരു കണ്ണാർക്കിൻ തണ്ട് പിഴുതെടുത്ത് പതുക്കെ വേർപ്പെടുത്താതെ പൊട്ടിച്ചപ്പോൾ ഒലിച്ചിറങ്ങിയ കറയിലൂതി കുമിളകൾ സൃഷ്ടിച്ച് ഒന്നിനു പുറകെ മറ്റൊന്നായി കാറ്റിലൂതി പറത്തി. ക്ഷണനേരം കൊണ്ട് അവയെല്ലാം പൊട്ടിപ്പോവുകയും ചെയ്തു. ആയുസ്സില്ലാത്ത കുമിളകൾ. ജനനവും മരണവും ഒപ്പം, സൃഷ്ടിയും സംഹാരവും ഒപ്പം. പലഹാരമുണ്ടാക്കുന്ന മണം. കോരികയിൽ പരത്തിയുണ്ടാക്കുന്ന പലഹാരമാണെന്ന് തോന്നുന്നു. നല്ലപോലെ പുളിച്ച മാവിൽ മുരിങ്ങയില ചേർത്ത് ധാരാളം വെളിച്ചെണ്ണ ഒഴിച്ചുണ്ടാക്കുന്ന കോരിക്ക പലഹാരം ബഹുസ്വാദാണ്. തലേന്ന് വൈകുന്നേരം അരച്ചെടുത്ത മാവ് കൊണ്ട് പിറ്റേന്ന് വൈകുന്നേരമാണ് ഉണ്ടാക്കുന്നതെങ്കിൽ അതിലും ബഹുസ്വാദായിരിക്കും. പക്ഷേ ഗോപിയെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ വെറും സങ്കല്പങ്ങളാണെന്ന് മാത്രം.
പലഹാരമുണ്ടാക്കുന്ന സുഖകരമായ മണം ആസ്വദിച്ചുകൊണ്ട് വേലിക്കൽ നിൽക്കുന്നതിൽ ഒരർത്ഥവുമില്ല. പിന്നെ എന്തു ചെയ്യണം? നാലുകെട്ടിലൊന്ന് പോയി നോക്കാം. നാലുകെട്ടിലേക്ക് നടന്നു. നാലുകെട്ടിൻ്റെ മുറ്റത്ത് കഴുത്തിൽ കുടമണി കെട്ടിയ തുള്ളിച്ചാടി കളിക്കുന്ന ആട്ടിൻകുട്ടി. കാണാൻ എന്തൊരു ഭംഗി! തൽക്കാലം വിശപ്പ് പോലും മറക്കുന്നത് പോലെ. നാലുകെട്ടിലെ ചെറിയമ്മയുടെ രണ്ടാമത്തെ മകൻ കുട്ടേട്ടൻ മുറ്റത്തെ അഴുകിനപ്പുറത്ത് തൊടിയിൽ പയറിന് നൊടി കുത്തുകയാണ്. കുട്ടേട്ടൻ ആരോടെന്നില്ലാതെ ചോദിച്ചു, തുക്കിടി സാഹിബ് ഇപ്പം എവിടുന്നാവോ എഴുന്നള്ളുന്നത്? ഉമ്മറത്ത് ചൊരിഞ്ഞു കിടന്ന ബീഡി വലിക്കുന്ന വലിയേട്ടൻ ചെറിയമ്മയുടെ മൂത്ത മകൻ അനുജനെ ശാസിക്കുകയാണെന്ന നാട്യത്തിൽ പുച്ഛസ്വരത്തിൽ പറഞ്ഞു. മറ്റുള്ളവർ എവിടുന്നെങ്കിലും എഴുന്നള്ളിക്കോട്ടെ, അതിന് നിനക്കെന്താ? ഓന് നിന്റെ ചെലവൊന്നുമില്ലല്ലോ. ഇല്ല, ശരിയാ ഏട്ടൻ പറയണത്. കുട്ടേട്ടനും പുച്ഛസ്വരത്തിലാണ് പറഞ്ഞത്. ഒന്നും കണ്ടില്ല കേട്ടില്ല എന്ന ഭാവത്തിൽ ഗോപി ഉമ്മർത്തി കയറിയിരുന്നു. ചുമരിൽ തൂങ്ങുന്ന ചിത്രകലണ്ടറിലേക്ക് നോക്കി. സോപ്പ് കമ്പനിക്കാരുടെ ചിത്രകലണ്ടർ. സോപ്പിൻ്റെ മണത്തിൽ ആകൃഷ്ടയായി നീലാകാശത്തു നിന്നും ഭൂമിയിലേക്ക് പറന്നെത്തുന്ന ഒരു സുന്ദരിയുടെ ചിത്രം. കാറ്റ് അവളുടെ ഉടയാടകളുടെ സ്ഥാനം തെറ്റിച്ച് അവയവ ഭംഗി കാണിച്ചു തരുന്നു. വികാരജനകമായ ചിത്രകലണ്ടർ. അല്പനേരം കലണ്ടറിൽ തന്നെ നോക്കി നിന്ന ശേഷം ഗോപി അകത്തേക്ക് കടന്നു. മുന്നിൽ നടുമുറ്റം. മഴക്കാലത്ത് നടുമുറ്റത്ത് വന്ന് വീഴുന്ന ശബ്ദം കേട്ടുകൊണ്ട് കിടക്കാൻ വളരെ ഇഷ്ടമാണ് ഗോപിക്ക്. നല്ലൊരു സംഗീത കച്ചേരി കേൾക്കുന്ന സുഖം പോലെയുള്ള അനുഭവം. ചെറിയമ്മയുടെ അടുക്കളയിലേക്ക് ചെന്നപ്പോൾ ചെറിയമ്മയും ദേവി ഒപ്പോളും വെള്ളരിക്കയും ചക്കക്കുരുവും നുറുക്കുകയാണ്. മിഥുനും അവസാനിക്കാറായിട്ടും ചക്കക്കുരു എവിടെ നിന്ന് കിട്ടി? മാളുകുട്ടി ചായയും പലഹാരവും കഴിക്കുന്നു. പലഹാരം കുഴക്കട്ടയാണ്. ഗോപിയെ കണ്ടപ്പോൾ അവൾ ഒരു കഷ്ണം കുഴക്കട്ട എടുത്തു നീട്ടി. ദാ ഏട്ടാ. വേണ്ട, നീ തിന്നോ. ദാന്ന്. നീ തിന്നോന്ന് പറഞ്ഞില്ലേ? ചെറിയമ്മ ചോദിച്ചു. ഇന്നെന്തേ ചായച്ചണ്ടിക്ക് വരാനത്? നാലുകെട്ടിൽ ചെറിയമ്മയ്ക്കുണ്ടാക്കുന്ന ചായയുടെ ചണ്ടി ഒരവകാശം പോലെ മിക്ക ദിവസവും ഗോപി കൊണ്ടുവരികയാണ് പതിവ്. ഒരച്ചു ശർക്കരയോ ഒരു ചുട്ട പപ്പടമോ ഉണ്ടെങ്കിൽ ചായച്ചണ്ടി കൊണ്ടുവന്ന് കുറച്ച് വെള്ളമൊഴിച്ച് തിളപ്പിച്ചു കുടിച്ചാൽ ഒരല്പനേരത്തെങ്കിലും ഒരു ഉന്മേഷം തോന്നും. ഗോപി പറഞ്ഞു, ഇന്ന് അവിടെ ഒന്നുമില്ലച്ചാ. കട്ടൻ ചായയോടൊപ്പം എന്തെങ്കിലും വേണ്ടേ? ഒരച്ച് ശർക്കരയോ ഒരു ചുട്ട പപ്പടമോ അങ്ങനെ വല്ലതും? അതൊന്നും ഇന്ന് അവിടെ ഇല്ല. തീ പിടിപ്പിക്കാൻ ഒരു കരട് വർഗം കൂടെ ഇല്ല. പിന്നെങ്ങനെയാ? ഗോപി പരമാർത്ഥം പറഞ്ഞു. ദേവി അപ്പോൾ കൂട്ടാൻ നുറുക്കൽ മതിയാക്കി എഴുന്നേറ്റ്. നിക്ക്, ലേശം ചായ ഉണ്ട്, തരാം. വേണ്ട. ദേവിയപ്പോൾ അങ്ങനെയാണ്, വേഗം മനസ്സലിയുന്ന സ്വഭാവം. ചെറിയമ്മയുടെ ഇളയ മകളാണ് ദേവി ഓപ്പോള്. വലിയേട്ടൻ്റെയും കുട്ടേട്ടൻ്റെയും താഴെ. ചെറിയമ്മയുടെ കുട്ടികളുടെ അച്ഛൻ നീലകണ്ഠൻ നമ്പൂതിരി ചെറിയമ്മയുമായിട്ടുള്ള സംബന്ധം മാറ്റിപ്പോയ മട്ടാണ്. 8-10 കൊല്ലമായെങ്കിലും ഇങ്ങോട്ട് വരവോ അന്വേഷണമോ ഒന്നുമില്ല. ചെറിയമ്മയ്ക്കാണെങ്കിൽ അതിലേശേഷവും കുണ്ഠിതം ഒട്ടുമില്ലതാനും. വിവാഹപ്രായം അതിക്രമിച്ചു നിൽക്കുന്ന ദേവി ഒപ്പോൾക്ക് സംബന്ധക്കാരൻ ഒരു നമ്പൂതിരി തന്നെ മതിയെന്ന അഭിപ്രായമാണ് ചെറിയമ്മയ്ക്ക്. തഞ്ചത്തിൽ ഒരു നമ്പൂതിരിയെയും കിട്ടാത്തതുകൊണ്ട് ദേവി ഓപ്പോളാകട്ടെ മൂക്കാൻ തുടങ്ങിയിരിക്കുകയുമാണ്. മാളുകുട്ടി ചായയും പലഹാരവും കഴിക്കുന്നത് കണ്ട സംതൃപ്തിയോടെ ചെറിയമ്മയുടെ അടുക്കളയിൽ നിന്ന് പോന്നു. വലിയമ്മയുടെ അടുക്കളയിലെ വിശേഷങ്ങൾ എന്തൊക്കെയാണ്? അവിടെ ചെന്ന് നോക്കിയപ്പോൾ വലിയമ്മ അരി വറക്കുകയാണ്. കുഞ്ഞിയെടത്തി അടുക്കള മുറ്റത്ത് ഈറാലി വെള്ളം നിറഞ്ഞിരിക്കുന്ന ചെമ്പിലിട്ട് ഓട്ട് ഗ്ലാസുകൾ വീണ്ടും കഴുകുന്നു. ആ ഓട്ട് ഗ്ലാസുകളുടെ ഒരു വിധി ഗോപി മനസ്സിൽ വിചാരിച്ചു. അരി വാർത്തെഴുന്നേറ്റ വലിയമ്മ കുഞ്ഞേടത്തിയോട് ചോദിച്ചു, കഴിഞ്ഞില്ലേ കുഞ്ഞുട്ടിയെ? ഇല്ല. എന്നാ എന്നെ തെക്കേതൊടിയിൽ തെട്ടിക്കാറായോ? കുഞ്ഞേടത്തി ചൂടായിരിക്കുകയാണ്. വേണ്ടാത്തത് പറഞ്ഞാണ്ടല്ലോ. വേണ്ടാത്തത് പറഞ്ഞ ഈ എന്തെന്നെ കാണിക്കുക? മോന്തി അങ്ങോട്ട് കുത്തി പരത്തും. എന്നാൽ ഇങ്ങോട്ട് വാടി മോന്തി കുത്തിപ്പരത്താൻ കുഞ്ഞേടത്തി വെല്ലുവിളിച്ചു. ഇങ്ങോട്ട് വാടി ഈ ഇങ്ങോട്ട് വാടി. കൂത്തച്ചി. കുഞ്ഞേടത്തിയുടെ സംസാരം അതിര് കിടക്കുകയാണ്. നീ എന്തെന്നെ വിളിച്ചത്? കുഞ്ഞേടത്തി ചീത്ത വിളിക്കാൻ തുടങ്ങിയപ്പോൾ വലിയമ്മ അടങ്ങി. കൂത്തച്ചി, പുലയാടിച്ചി എന്നിവയൊന്നും അത്ര നല്ല പേരുകളല്ലല്ലോ. ഗോപി ഒന്ന് അനങ്ങി ചുമച്ചു. വലിയമ്മ ചോദിച്ചു, നീ ഇതൊക്കെ കേട്ടോണ്ട് ഇവിടെ നിൽക്കുമായിരുന്നോ? കുറച്ച് നേരമായി ഞാൻ വന്നിട്ട്. ചായയും പലഹാരമൊക്കെ കഴിഞ്ഞോ? ശാന്ത സ്വരത്തിൽ ഒരു തരം ആനന്ദം അനുഭവിക്കുന്നത് പോലെയാണ് വലിയമ്മ ചോദിച്ചത്. കുത്തി വേദനിപ്പിക്കുന്നതിനുള്ള ആനന്ദം. ഇല്ല. കഴിഞ്ഞില്ലെന്നോ അതോ കാലായിട്ടില്ലെന്നോ? അടുപ്പിൽ തീയെന്നെ കൂട്ടിയിട്ടില്ല. എന്തേ? അമ്മയ്ക്ക് വയ്യായോ വല്ലതും ഉണ്ടോ? പുണ്ണിൽ കുത്തി രസിക്കുകയാണ്. വല്ലാതെ കേമത്തിയാണ് വലിയമ്മ.
നല്ല കാര്യപ്രാപ്തി. കുഞ്ഞേടത്തിയുടെ മുമ്പിലെ വലിയമ്മ ചെറുതാകാറുള്ളൂ. അല്പം നൊസ്സുള്ള കുഞ്ഞേടത്തിയുടെ മുൻപിൽ ചെറുതാകാതെ നിവർത്തിയില്ലല്ലോ. ഭവിഷ്യത്തുകൾ മുൻകൂട്ടി കണ്ടുകൊണ്ടുള്ള ചെറുതാകൽ, ചെവി പൊത്താൻ തോന്നിക്കുന്ന ചീത്തകൾ കേൾക്കാതിരിക്കാനുള്ള രക്ഷാമാർഗം. വലിയമ്മയുടെ രണ്ടാമത്തെ ഭർത്താവ് രാമൻ നമ്പൂതിരിയാണ്. ആദ്യത്തെ ഭർത്താവ് കൃഷ്ണൻ മൂസത്ത്. സംബന്ധം മാറിപ്പോയി കുറേ കാലം കഴിഞ്ഞ ശേഷമാണ് രാമൻ നമ്പൂതിരി വലിയമ്മയെ സംബന്ധം ചെയ്തത്. അദ്ദേഹത്തിന് വലിയമ്മയിൽ 2 ആൺമക്കളുണ്ട്, അപ്പുവേട്ടനും ചിന്നക്കുട്ടനും. അപ്പുവേട്ടൻ സ്കൂൾ മാസ്റ്ററായി കുറച്ചകലെയാണ്. ചിന്നക്കുട്ടനും രാമൻകുട്ടിക്കും പ്രായം ഒപ്പമാണ്. അവർ രണ്ടാളും 5ാം ക്ലാസ്സിൽ പഠിക്കുന്നു. 2 ആൺമക്കളുടെ ഇടയ്ക്ക് ഒരു പെൺകുട്ടിയും കൂടി ജനിച്ചുവെങ്കിലും 1 വയസ്സ് തികയുന്നതിന് മുമ്പ് മരിച്ചുപോയത്രേ. ആ പെൺകുട്ടി ഇന്നുണ്ടായിരുന്നെങ്കിൽ തിരണ്ടു തീണ്ടാരി തുടങ്ങുമായിരുന്നെന്ന് വലിയമ്മ പറയാറുണ്ട്. ശുദ്ധരിൽ ശുദ്ധരായ രാമൻ നമ്പൂതിരിയെ വലിയമ്മ വരച്ച വരിയിൽ നിലനിർത്തും. രാമൻ നമ്പൂതിരിയെ കാണുമ്പോഴേക്കും വലിയമ്മയ്ക്ക് കലി കയറുകയാണ്. രാമൻ നമ്പൂതിരി ആകട്ടെ അങ്ങനെ ഇരിക്കുമ്പോഴൊരിക്കലേ വീട്ടിൽ വരൂ. ഇടയ്ക്കിടയ്ക്ക് വന്ന് വലിയമ്മയെ എന്തിനു കലി കയറ്റണമെന്ന് ഓർത്തിട്ടാകുമോ എന്തോ. എന്തേ അമ്മയ്ക്ക് വയ്യായി വല്ലതുണ്ടോ എന്ന വലിയമ്മയുടെ ചോദ്യത്തിലെ ധ്വനിയെക്കുറിച്ച് ഓർത്തുകൊണ്ട് ഗോപി വലിയമ്മയുടെ അടുക്കളയിൽ നിന്ന് പോന്നു. ചായയും പലഹാരവും കഴിച്ച് ഏമ്പക്കമിട്ട് ചെറി ഗൗണിൽ തുണച്ചുകൊണ്ട് പോകുന്ന മാളുക്കുട്ടിയെ വീണ്ടും കണ്ടു. പാവം, അവളുടെ കഴുത്തിലും കാതിലും ഒന്നുമില്ല. കാതിലെ ശങ്കീരി കൂടി അഴിച്ചെടുത്ത് വിറ്റിട്ടാണ് ഏട്ടൻ പട്ടാളത്തിൽ പോയത്. കാതിലെ തുള തൂറാതിരിക്കാൻ ചെറിയൊരു ഇറുക്കിൽ കഷണം തിരുകിയിട്ടിരിക്കുകയാണിപ്പോൾ. തിരിച്ച് ഉമ്മറത്ത് വന്നപ്പോൾ വലിയേട്ടനില്ല അവിടെ. വലിയേട്ടൻ കിടന്നിരുന്നിടത്ത് ചുറ്റും ബീഡിക്കുറ്റിയും ചാരവും ചിതറിക്കിടക്കുന്നു. കുട്ടേട്ടൻ തൊടിയിൽ തന്നെയാണ്. ഞൊടികുത്തൽ കഴിഞ്ഞിട്ടില്ല. അവിടെ ചെന്ന് നിന്നപ്പോൾ കുട്ടേട്ടൻ പറഞ്ഞു, ഇവിടെ കാഴ്ചക്കാരും വേണ്ട, വേഗം സ്ഥലം വിടുക. ജാള്യതയോടെ തിരിച്ചു നടന്നു. എന്തിനാ ഇടിച്ചു നിൽക്കണ? സ്ഥലം വിടാൻ കേട്ടില്ലാന്നുണ്ടോ? പിന്നെ അവിടെ നിന്നില്ല. പത്തായപ്പുരയുടെ ഉമ്മറത്ത് വന്നപ്പോൾ അമ്മ ചോദിച്ചു, എങ്ങട്ടാ പോയിരുന്ന്? 4 വല്ലതും കിട്ടിയോ? എന്തേ? നിധി, നീ എന്താ എന്നോട് ദേഷ്യപ്പെടുന്നു? മകൻ്റെ ഒപ്പം രജിസ്റ്റർ ഓഫീസിൽ പോയി ഒപ്പിട്ട് കൊടുത്തതൊക്കെ നശിപ്പിച്ചു. അപ്പം മകനെടുത്തു. ഗോപി പടിക്കിലേക്ക് നോക്കി നടന്നു. അമ്മ ചോദിച്ചു, എങ്ങട്ടാ? തൂങ്ങിച്ചാവാൻ. എതിരെ ഒരു പട്ടി വരുന്നു. കൈ ഓങ്ങിയപ്പോൾ അത് തിരിഞ്ഞോടി. ഓടുന്ന പട്ടിയെ പിന്തുടർന്ന് പടി കടന്ന് ഇടവഴിയിലേക്ക് ഇറങ്ങിയപ്പോൾ ആലോചിച്ചു, ഇടത്തോട്ട് തിരിയണോ വലത്തോട്ട് തിരിയണോ? ഇടത്തോട്ട് തിരിഞ്ഞാൽ അമ്പലത്തിൻ്റെ തെക്കേ നടയിലെത്താം, വലത്തോട്ട് തിരിഞ്ഞാൽ വടക്കേ നടയിലും. വലത്തോട്ട് തിരിഞ്ഞു നടന്നു. കുറച്ചു നടന്നപ്പോൾ അപ്പുണ്ണിമാരാർ വരുന്നത് കണ്ടു. പ്രാതൽ കഴിക്കാൻ പോവുകയാവും. അപ്പുണ്ണിമാരുടെ പ്രാതൽ സമയം ഉഷപൂജയ്ക്കും പന്തീരടിക്കും ഇടയ്ക്കുള്ള സമയമാണ്. ഗോപി വിനയഭാവത്തിൽ മാരാരുടെ അടുത്തേക്ക് നടന്നു ചെന്നു. എന്താ ഗോപിയെ? ഗോപി പെട്ടെന്ന് നിർത്തി. പറയൂ, ഒരു 2 തരുമോ? എന്തിനാ? 2 എന്തിനാണെന്നാണ് പറയേണ്ടത്. ഗോപി മിണ്ടാതെ നിന്നതേയുള്ളൂ. അപ്പുണ്ണിമാരാർ ഇടുപ്പിൽ നിന്ന് ഒരു കടലാസ് പൊതിയെടുത്തു. അത് തുറന്ന് അതിൽ നിന്ന് 2 എടുത്ത് ഗോപിക്ക് കൊടുത്തു. മാരാർ ഒരു കഥകളി പദത്തിൻ്റെ ഈരടികൾ മൂളിക്കൊണ്ട് നടന്നകലുന്നത് നോക്കി നിന്നു. 2 ഒരാപ്പ് ചായയ്ക്കും ഒരു കടിക്കും തികയും 2. കുട്ടിക്കൃഷ്ണൻ നായരുടെയോ അച്യുതൻ നായരുടെയോ ചായപീടികയിൽ പോയി കഴിക്കാം. അല്ലെങ്കിൽ വേറൊരു കാര്യം ചെയ്താലോ? 1 റവ, 1 ശർക്കര, ഇവ 2 വാങ്ങിക്കൊണ്ടുപോയാൽ ഉപ്പുമാവും കട്ടൻ ചായയും ഉണ്ടാക്കി കഴിക്കാം. അമ്മയ്ക്കും തനിക്കും കഴിക്കുകയുമാവാം. അതാണ് നല്ലത്. പിന്നെ ഒട്ടും ആലോചിച്ചു നിന്നില്ല. ഒരൊറ്റ ഓട്ടത്തിന് തെയ്യുണ്ണി നായരുടെ പലചരക്ക് പീടികയിൽ പോയി 1 റവയും 1 ശർക്കരയും വാങ്ങിക്കൊണ്ടുവന്ന് അമ്മയെ ഏൽപ്പിച്ചു. ദാമ്മേ. എന്താ അത്? റവയും ശർക്കരയും എവിടുന്നേ? അപ്പുണ്ണിമാരാര് 2 തന്നു. ഞാൻ തീ പിടിപ്പിക്കാൻ നോക്കട്ടെ, നീ 4 പോയി ചായച്ചണ്ടി തൂത്തോന്ന് നോക്കും. ഗോപി 4 ഓടി. ചെറിയമ്മേ, ചായച്ചണ്ടിയോ? കൂവച്ചണ്ടിയാണ്. ഇപ്പോഴാ ചായച്ചണ്ടിക്ക് വരാൻ കണ്ട നേരം? കളഞ്ഞോ? അല്ലാണ്ട് ചായച്ചണ്ടി വല്ലവരും തിന്നുവോ? നിരാശയോടെ തിരിച്ചു പോന്നു. ചായച്ചണ്ടി കളഞ്ഞൂത്രേ അമ്മേ. സാരില്ല, ഉപ്പുമാവും പച്ചവെള്ളവും കുടിച്ചാൽ മതി. അടുപ്പിൽ തീ പിടിപ്പിക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ അമ്മ പറഞ്ഞു. ഗോപി ശർക്കര പൊതി തുറന്നു നോക്കി. 8 അച്ച് ശർക്കരയുണ്ട്. 1 അച്ച് ശർക്കര എടുത്ത് അവൻ വായിലേക്ക് ഇട്ട് നൊട്ടി നുണഞ്ഞുകൊണ്ട് അക്ഷമയോടെ അമ്മ അടുപ്പിൽ തീ പിടിപ്പിക്കുന്നത് നോക്കിക്കൊണ്ടിരുന്നു.